രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കും, എന്നിട്ട് അവിടെ അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ ആക്കും, എന്നിട്ട് അടുത്ത രാജ്യത്തേക്ക് കടന്നു പോകും. ആ ഹിമ്യർ എന്ന് പറയുന്ന ചക്രവർത്തിയും പരിവാരങ്ങളും സഞ്ചരിച്ച് അവസാനം മക്ക എന്ന് പറയുന്ന ഈ നാട്ടിലും വരുവാൻ. ഈ പരിശുദ്ധമായ അല്ലാഹു തമ്പുരാൻ ആദരിച്ച ഈ ഹറം എന്ന പരിസരത്ത് ആ ഹിമ്യർ എന്ന് പറയുന്ന രാജാവും കൂട്ടരും എത്തിച്ചേരുമ്പോ ഇവിടെയുള്ള ആളുകളൊന്നും ഈ രാജാവിനെയും കൂട്ടരെയും അത്ര അങ്ങോട്ട് ബഹുമാനിക്കുന്നുമില്ല, ഇടപെടുന്നുമില്ല, ആദരവും കൊടുക്കുന്നില്ല. എല്ലാവർക്കും ആദരവ് ഇവിടെയുള്ളതായ ഒരു കഅബാലയം അതിനോട് മാത്രമാണ്. ഇദ്ദേഹത്തിന് അരിശം മൂത്തു, ദേഷ്യം വന്നു. മന്ത്രിയോട് പറഞ്ഞു, ഈ നാട്ടുകാർ എന്നെ ആദരിക്കുന്നില്ല, അവരെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നാടായിരിക്കും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇയാൾ തീരുമാനിച്ചു, ഈ നാടിലെ പുരുഷന്മാരെ ഒക്കെ വധിച്ചു കളയണം, സ്ത്രീകളെയൊക്കെ അറസ്റ്റ് ചെയ്യണം, കുട്ടികളെയൊക്കെ കൊന്നുകളയണം, കഅബ എന്ന് പറയുന്ന നാട്ടിന് ഹരിബ എന്ന് പേരിടണം എന്ന് മനസ്സിൽ ചിന്തിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പട്ടാളക്കാരെ വിളിച്ച് ഓർഡർ കൊടുക്കാൻ തുടങ്ങുമ്പോ ഇദ്ദേഹത്തിന് ഒരു തലവേദന വരുവാണ്. ഈ രാജാവിന്, ഹിമ്യർ എന്ന് പറയുന്ന രാജാവിന് ഒരു തലവേദന പിടിപെട്ടു. ഈ രാജാവ് തലവേദന കലുഷമായി കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിലൂടെ, വായിലൂടെ, ചെവിയിലൂടെ വല്ലാതെ ദുർഗന്ധമുള്ള ഒരു ദ്രാവകം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. കൂടെയുള്ള ഡോക്ടർമാരെല്ലാം ചികിത്സിച്ചു, ഒരു രക്ഷയുമില്ല. അവരെല്ലാം അവസാനം കൈയൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജാവേ, ഭൂമിയുടെ രോഗത്തിനാണെങ്കിൽ നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് ഏതോ ഉപരിലോകത്തിന്റെ രോഗമാണ്, നമുക്കതിനെ ചികിത്സിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ മക്കയിലെ ഒരു ആലിമായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ രാജാവിനെ കാണണം. രാജാവിന്റെ റൂമിനകത്ത് കയറി ഡോറടച്ചു. രാജാവിനോട് ആദ്യമേ ഈ പണ്ഡിതൻ പറഞ്ഞു, രാജാവ് എന്നോട് ഒന്നും മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞാൽ എന്റെ ചികിത്സ ഞാൻ നിങ്ങൾക്ക് തരും. അദ്ദേഹം കയറി റൂമടച്ചു. രഹസ്യമായി ഇങ്ങനെ കുറച്ച് സംസാരിച്ചതിന് ശേഷം ഈ മനുഷ്യൻ ചോദിക്കുവാണ്, രാജാവേ, നിങ്ങൾ ഈ നാട്ടിൽ വന്നതിനു ശേഷം ഈ പരിശുദ്ധമായ കഅബാലയത്തെ കുറിച്ചോ ഈ നാടിനെ കുറിച്ചോ എന്തെങ്കിലും മനസ്സിൽ നിങ്ങൾ മോശമായി കരുതിയിട്ടുണ്ടോ? രാജാവ് തുറന്നു പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങളുടെ രോഗത്തിനുള്ള കാരണം അത് മാത്രമാണ്, രോഗത്തിനുള്ള കാരണം അത് മാത്രമാണ്. രാജാവ് തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞു, പശ്ചാത്തപിച്ചു. എന്നിട്ട് ഈ നാട്ടിനെ ആദരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഈ നാട്ടിൽ വന്നു, കഅബാലയം കണ്ടു. ആ കഅബാലയത്തിന് യമനിൽ നിന്നും കൊണ്ടുവന്ന മുന്തിയതരം തുണി കൊണ്ട് ഇസ്വ അതിന്റെ മൂടിയങ്ങ് തക്കിയ. ചരിത്രത്തിൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യത്തെ കിസ്വ ധരിച്ചതെന്ന് കാണാം. എന്നാൽ ഒരുപാട് പണ്ഡിതന്മാർ ആദ്യമായി കഅബയ്ക്ക് മൂടാവി കൊടുത്തത് ഹിമ്യർ ബിൻ വർദഖ് ആണ് എന്നും കാണാം. ഇരിക്കട്ടെ, അങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് സഹായങ്ങളും ഒക്കെ ചെയ്ത് ഈ നാട്ടിൽ നിന്നും കുറച്ച് ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ഈ നാട്ടിൽ നിന്നും ഈ ഹിമ്യർ രാജാവ് പിന്നെ യാത്ര തിരിച്ചു പോകുന്നത് പരിശുദ്ധമായ മദീനയിലാണ്. ഈ നാട്ടിൽ നിന്നും തന്നെ ഏകദേശം ആത്മീയമായി മനസ്സൊന്ന് തയ്യാറായ ആ രാജാവ് മദീനത്തെത്തുമ്പോഴും ഏറെക്കുറെ ശുദ്ധനായിരിക്കുന്ന പ്രകൃതിയാണ്. അവിടെ എത്തി കുറച്ചു ദിവസം കഴിഞ്ഞു. കുറച്ചു ദിവസം കഴിയുമ്പോ രാജാവ് മടങ്ങാൻ തീരുമാനിക്കുന്നു. ഇവിടെയുള്ള ഡോക്ടർമാരെയൊക്കെ കൂട്ടണം, കഴിവുള്ളവരെയൊക്കെ, കലാകാരന്മാരായിരുന്നാലും കൊത്തുപണിക്കാരായാലും അവരെയൊക്കെ കൂടെ കൂട്ടണം എന്ന് കരുതി മന്ത്രിയോട് പറയുമ്പോൾ മന്ത്രി പറയാണ്, പ്രിയപ്പെട്ട രാജാവ്, ഈ നാട്ടുകാർ സാധാരണക്കാരില്ല, ഈ നാട്ടുകാർ ഒരു പ്രത്യേകമായ നാട്ടുകാരാണ്, വളരെ ആദരവുള്ള, എല്ലാവരെയും ഹൃദയം തന്നെ സ്വീകരിക്കുന്ന നല്ല നാട്ടുകാരാ. പക്ഷേ ഈ നാട്ടുകാർ ഈ നാട് വിട്ട് ഒരു ലോകത്തും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരില്ല. കാരണം എന്താ? അവര് കൊതിക്കുന്ന ഒരു അത്ഭുതം ഈ നാട്ടിൽ നടക്കാനുണ്ട്. അല്ലാഹു തമ്പുരാൻ നിശ്ചയിച്ച അവസാന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡികെഐസിസിക്ക് പകരം സ്വലാത്തിന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഈ മക്കയിൽ ജനിച്ചിട്ട് അവിടുന്ന് ഹിജറ വരേണ്ട നാടാണിത്. അങ്ങനെ മുത്തുനബി എങ്ങാനും കടന്നു വന്നാൽ നമുക്ക് ഭാഗ്യം തരുമോ അല്ലാഹ്? ഈ നാട് വിട്ടു പോകാൻ അത്ര ഒരു സുഖം തോന്നുന്നില്ല എന്ന് രാജാവിനോട് പറഞ്ഞതായി ചരിത്രങ്ങളിൽ കാണാം. ഇരിക്കട്ടെ, ഞാൻ ശരിക്കും പറയുവാ, അങ്ങനെ
ഈ രാജാവിന് അവസാനം കുറച്ചു ദിവസം കൂടി അവിടെ താമസിച്ചിട്ട് മടങ്ങാൻ തീരുമാനിക്കുമ്പോൾ രാജാവ് ആ നാട്ടിലെ 400 പ്രധാനികളെ തിരഞ്ഞെടുത്തിട്ട് ആ നാടിൽ ഒരുപാട് സമ്പത്തുകൾ വിതരണം ചെയ്ത് 400 പേർക്ക് 400 വീടുണ്ടാക്കി കൊടുക്കുവാണ്. ഒരു വീട് 2 നില കെട്ടിടവും ഉണ്ടാക്കി. ബല്ലാന എന്ന് പറയുന്ന ആ നാടിന്റെ പ്രമുഖനായ വലിയ ആലിമൈ, നമ്മുടെ നാട്ടിലൊക്കെ പഴയ ലബ്ബമാൻ എന്ന് പറയണ പോലെ ആ നാടിന്റെ ഒരു ലബ്ബയായ ബല്ലാന എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ ഈ 2 നില കെട്ടിടത്തിന്റെ ചാവിയും കൊടുത്തിട്ട് പറയാ, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ മക്കളുടെ കാലത്തോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നാൽ ആ പ്രവാചകന് താമസിക്കാനുള്ള കൊട്ടാരമാണിത് എന്ന്. മുത്തുനബി ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്നത്തെ കോലത്തിൽ ഏറ്റവും പ്രൗഢമായ ഒരു കൊട്ടാരം 2 നില സൗധം പണിത് ബല്ലാന എന്ന് പറയുന്ന ആ നാട്ടിന്റെ ആലിമിനെ ഏൽപ്പിച്ച് ചാവിയും കൊടുത്തിട്ട് അദ്ദേഹം ഒരു കത്തും കൊടുക്കുകയാണ്. കത്തും കൊടുക്കുവാണ് മുത്തുനബിക്ക്. ഓ മുഹമ്മദ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആ ഒരു കത്തിന്റെ തുടക്കം ഇങ്ങനെ വന്ന് മുത്തുനബിയെ അല്ലാഹു അവിടെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയെ. എന്റെ ജീവിതത്തിൽ അവിടത്തെ കാണാൻ പറ്റിയാൽ സന്തോഷം, ഇല്ലെങ്കിൽ അവിടെ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. വഅന മിൻ ഉമ്മത്തിക്കൽ അവ്വലീൻ, ഞാൻ നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഉമ്മത്താണ് എന്ന് പറഞ്ഞ് കത്തും എഴുതി ഏൽപ്പിച്ചിട്ട് പോവാണ്. ഇനി മറു സൈഡ് നമുക്കൊന്ന് നോക്കണം. അതവിടെ കഥ നിൽക്കട്ടെ. മറു സൈഡ് നമ്മളൊന്ന് ആലോചിക്കും. നമുക്കൊക്കെ പഠിച്ചിട്ടുണ്ട്, മുത്തുനബി മക്കത്ത് ഉദയം ചെയ്തു 1000 വർഷങ്ങൾക്ക് ശേഷം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഉദയം ചെയ്തു. വളർന്നു 40 വയസ്സ് വരെ നുബുവത്ത് കെട്ടി. ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ഒരു രാത്രി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുന്നു. അത്ഭുതകരമായ മനസ്സിനെ ആകർഷിക്കുന്ന ഒരുപാട് അത്ഭുത സംഭവങ്ങളോടെ മുത്തുനബി ആ യാത്രയുടെ ഓരോ നിമിഷങ്ങളും കടന്നുപോയി. പാതി വഴിയിലെത്തുമ്പോൾ നേരെ ഒരാളെ കാണുന്നു. ഒരാളിങ്ങനെ കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. മുത്തുനബിയെ കണ്ടപ്പോ അദ്ദേഹവും പരിഭ്രമിച്ചു, അദ്ദേഹത്തെ കണ്ട മുത്തുനബിയും പരിഭ്രമിച്ചു. കാരണം എന്താ, ശത്രുക്കളെ ഭയപ്പെടാൻ, പക്ഷെ ശത്രു ആണോ മുന്നിലെന്ന് അറിയില്ല. അങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എടുത്തപാടെ അങ്ങോട്ട് ചോദിക്കുകയാണ്, നീ അബൂലയിലയല്ലേ? അബൂലയിലേക്ക് സന്തോഷവുമായി. കാരണം എന്താ, മക്കത്തുള്ള മുത്തുനബി മദീനത്തോട്ട് യാത്ര തിരിക്കുന്നു എന്ന വിവരമറിഞ്ഞ് മദീനത്ത് എത്തുന്നതിന് മുമ്പ് മുത്തുനബിയെ സ്വീകരിക്കാൻ അബൂലയിലെ ഒരു കത്തുമായി അയക്കുന്നു. ആ കത്ത് വാങ്ങി മുത്തുനബി മഹാനായ അലിയാർ തങ്ങളെ കൊണ്ട് എന്ന അഭിപ്രായമുണ്ട്. ചരിത്രത്തിന്റെ വിഷയങ്ങൾ മറുസൈഡില് അബൂബക്കറിന്റെ അടിമയെ കൊണ്ട് എന്ന അഭിപ്രായങ്ങളെ കാണാൻ മുത്തുനബി വായിപ്പിക്കുമ്പോ ഹിമ്മിർ രാജാവിന്റെ കത്ത് ബല്ലാനയുടെ കുടുംബത്തിന്റെ അവകാശികൾ കൊടുത്തു വിടുവാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ മദീനത്ത് വരുമ്പോ ആദ്യമായി ഒട്ടകം മുട്ടുകുത്തിയ ഒരു സ്വഹാബിയുടെ വീട്. ആ സ്വഹാബിയുടെ പേരെന്താണെന്ന് അറിയാം? അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു. മുത്തുനബി അങ്ങനെ ആ കത്ത് വാങ്ങി വായിച്ചു. പരിശുദ്ധമായ മദീനത്തേക്ക് വന്ന് കയറുവാണ്. അള്ളാഹുവിന്റെ റസൂൽ മദീനത്തിന്റെ പരിധിയിൽ കാലുകുത്തുന്നത് അതുപോലെ ഒരു പരിശുദ്ധമായ റബീഉൽ അവൽ 12 തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹുവിന്റെ റസൂൽ മദീനത്ത് കാലുകുത്തുന്നത്. അന്നാണ് മദീനയിലെ ആബാലവൃദ്ധം ജനങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ നബിദിനം എന്ന് ആഘോഷിക്കുന്നു. മുത്തുനബിയെ സ്വീകരിക്കുക. പരിശുദ്ധ റബീഉൽ എല്ലാവരും കൊണ്ട് കടന്നു പിടിച്ച് മുത്തുനബിയുടെ ഒട്ടകത്തെ എന്റെ വീട്ടിൽ ആവേശത്തോടെ എല്ലാവരും മുത്തുനബിയെ സ്വീകരിക്കാനും ഒന്ന് ഇറങ്ങിക്കിട്ടാനും കൊതിച്ചു. പക്ഷേ അള്ളാഹു മറ്റൊന്ന് തീരുമാനിച്ചു. ആ ഒട്ടകം കടന്നുപോയി മുട്ടുകുത്തിയത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഭവനത്തിൽ. അബൂ അയ്യൂബ് അൻസാരി ആരാ? ബല്ലാന എന്ന് പറയുന്ന തുബ്ബഅ രാജാവ് കത്തെഴുതി കൊടുത്ത പരമ്പരകൾ താണ്ടി വന്നതിന്റെ അവസാനത്തെ കണ്ണിയ അബൂ അയ്യൂബ് അൻസാരി. അന്ന് നമുക്കറിയാം മുത്തുനബി ആദ്യം താഴെ താമസിച്ചു. അബൂ അയ്യൂബും ഭാര്യയും മുകളിലാണ് റളിയല്ലാഹു അൻഹുമ.
അവരാ വെള്ളമൊക്കെ ഇങ്ങനെ ചുരുക്കി പറയട്ടോ കമരുമ്പോ മുത്തുനബിയുടെ പുറത്ത് വീഴുമോന്ന് ഭയന്നിട്ട് തുണിയൊക്കെ കൊണ്ട് തുടയ്ക്കുന്നു. മുകളിൽ ആ തുടയ്ക്കുന്ന ശബ്ദമൊക്കെ താഴെ നിന്ന് കേൾക്കണം മുത്തുനബി. രണ്ടാം ദിവസം പറഞ്ഞു ഞാൻ മുകളിൽ പോയി താമസിച്ചോളാം അല്ലേ. രണ്ടാം നിലയാണെന്നപ്പോ മനസ്സിലായില്ലേ? ആ രണ്ട് നില വീടേതാ? അള്ളാഹുവിന്റെ റസൂൽ ജനിക്കുന്നതിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബഅ രാജാവിനെ കൊണ്ട് അള്ളാഹു തമ്പുരാൻ പണിതു വെച്ച അള്ളാഹു ഉൾക്കൊള്ളാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹു ഉൾക്കൊള്ളാൻ ഭാഗ്യം തരട്ടെ. ആ മുത്തുനബിയെ ഹൃദയത്തിൽ വരിക്കാൻ കഴിയുക എന്നുള്ളതാണ് സീറത്തിന്റെ പേരിലൂടെ നമുക്ക് നേടാനുള്ള ഏറ്റവും വലിയ മഹാഭാഗ്യം. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. ഏതുപോലെ ഉസ്താദ് പറഞ്ഞു, മഹാനായ ശാഫിഈ ഇമാമിന്റെ നിബിദിനം മുത്തുനബിയുടെ ഹദീസുകൾ അന്വേഷിക്കലും പഠിക്കലുമാണ്. ഇമാം ബുഖാരി തങ്ങൾ 18,000 ഗുരുക്കന്മാരിൽ നിന്നും 6 ലക്ഷത്തോളം ഹദീസുകളിൽ നിന്നുമാണ് ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടാക്കിയത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരത്ത് വരിക, ആ മുത്തുനബിയോട് ഓരോ ഹദീസും പകർത്തുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ അവിടെ ആ ഓരത്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും, മയങ്ങും, മുത്തുനബി അനുമതി കൊടുക്കും, ഉണർവിലും അനുമതി കൊടുക്കും. അങ്ങനെ എഴുതിയ പരിശുദ്ധമായ ബുഖാരി അവിടുത്തെ അവസാനം ഒരു അന്ത്യനിമിഷം കടന്നു വരുമ്പോ ബുഖാരി മാമതങ്ങൾ ഈ പരിശുദ്ധമായ ബുഖാരിയുടെ ഗ്രന്ഥം ഇങ്ങനെ എടുത്ത് അതിങ്ങനെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു. കൂടെയുള്ളവരെല്ലാം ഇങ്ങനെ ശ്വാസം മുട്ടണ കാണുമ്പോ ആ കിതാബിന്റെ ഭാരം കൊണ്ടാണോ എന്ന് ചോദിച്ചെടുത്തു മാറ്റാൻ ശ്രമിക്കുമ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മുറുകെ പിടിച്ചിട്ട് പറയാ, ഇതെന്നെ മാറ്റാൻ പാടില്ല, ഇതെന്റെ ഖബറിലും എന്റെ ആഖിറത്തിലും എനിക്ക് വസീലയാണ്. അത്ഭുതമായ ബുഖാരി മുത്തുനബിയുടെ ഹദീസ് എനിക്ക് വസീലയാണ്. ജീവിതത്തിന്റെ നിമിഷങ്ങളൊക്കെയും മുത്തുനബിയുടെ മൗലിദ് ആഘോഷിച്ചവരാവർ. അല്ലാഹു നമുക്കും ഭാഗ്യം തരട്ടെ. ഈ ചരിത്രം മറ്റൊന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ അഹ്മദ് ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞ സംഭവം കാണാം. ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മുത്തുനബിയെ സ്വപ്നം കാണുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഞാൻ ഒരു ദിവസം മുത്തുനബിയെ സ്വപ്നം കാണാം. എങ്ങനാ കാണണേ? ഒരു തെരുവിന്റെ ഓരത്ത് ഇങ്ങനെ മുത്തുനബി നിൽക്കുന്നുണ്ട്. അബൂബക്കർ തങ്ങളുണ്ട്, ഉമർ ഫാറൂഖ് ഉണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്. അവരിങ്ങനെ നിൽക്കുക. ദുഃഖം എനിക്ക് മനസ്സിലായി, അവരെ ആരെയോ കാത്തു നിൽക്കണ പോലെയുണ്ടാണ് അർത്ഥം. ഞാൻ വലിയ അടുത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവിടെ നിന്ന് ആരെയാണ് അന്വേഷിക്കുന്നത് നബിയെ? മുത്തുനബി പറയാണ്, ഞാൻ ഇമാം ബുഖാരിയെ അന്വേഷിച്ച് നിൽക്കുക. അത്ഭുതമേ നബി മുഹമ്മദ് മുസ്തഫ. ആ മഹാനുഭാവം പറയുക, അത് അറിയുമ്പോ എന്റെ സമകാലീനായ ഇമാം ബുഖാരി തങ്ങളൊന്ന് അറിയിക്കണമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ ദിവസം കാണുന്ന ഇമാം ബുഖാരി തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിക്കുന്നുണ്ട് എന്ന വിവരം എനിക്ക് ഇമാം ബുഖാരി എന്നറിയിക്കണല്ലോ. ഞാൻ യാത്ര പുറപ്പെട്ടു, വണ്ടി കയറി. കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോ ബുഖാറയിലെത്തി. ഇമാം ബുഖാരി തങ്ങളെ വീട് അന്വേഷിക്കുമ്പോ ആ ജോലിക്കാരൻ പറഞ്ഞു, എന്തിനാ ഇമാം ബുഖാരി അന്വേഷിക്കുന്നത്? അവിടുന്ന് വഫാത്തായി പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ മഹാനുഭാവം പറയുക, ആ പറഞ്ഞ എന്നാണ് വഫാത്തായെന്ന് ചോദിച്ച ദിവസം, ആ സമയം ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോ എന്റെ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വന്ന് ഇങ്ങനെ കാത്തു നിന്നിട്ട് ഞാൻ എന്റെ ഇമാം ബുഖാരിയെ കാത്തു നിൽക്കുകയാണ്. മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങളെ കാത്തു നിൽക്കാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ നിമിഷമാണ് അത് ബുഖാരി തങ്ങളുടെ വഫാത്തായത്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഈ കൂട്ടം കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം അല്ലാഹുവേ മുത്തുനബിയെ കണ്ടു മരിക്കാനുള്ള ഭാഗ്യം തന്നെ അല്ലാഹ്. ഇതാണ് നമുക്കുള്ള ഭാഗ്യം. അല്ലാഹു തരട്ടെ. മഹാനായ ചേലക്കുളം ഉസ്താദ് അവർകൾ ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയുടെ അനുഗ്രഹീതനായ പ്രസിഡന്റായിരുന്നവർ അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് തന്റെ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടുമ്പോ അവരോട് പറയുക, മോനെ വെറുതെ പാടും. ശിഷ്യന്മാരൊക്കെ കൂടിയിരുന്ന വെറുതെ പാടാൻ തുടങ്ങി.
ബുർദയുടെ കുറച്ച് അവസ്ഥകളൊക്കെ വരും പറഞ്ഞു, ഇനി എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഹാളിൽ വെച്ച് നിങ്ങൾ ബുർദ ബാക്കി ഓതി പൂർത്തിയാക്കണം. ആ ഗേറ്റിൽ തന്നെ പെൺമക്കളൊക്കെ വിളിച്ചു അകത്തോട്ട് വിളിച്ചിട്ട് അവരോട് ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ ബുർദ പോയി തീരുമ്പോ അവിടെ ആ റൂമിനകത്ത് വലിയൊരു വിളി കേൾക്കുവാണ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പതുക്കെയല്ല, ഉറക്കെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പുറത്തുള്ള ഉസ്താദുമാരെന്തോ അപകടമെന്ന് വിചാരിച്ച് ഓടി അകത്തില്ലോ. മക്കളെല്ലാം പുറത്തു പോയി നോക്കുമ്പോ മഹാനായ ചെല്ലക്കുള്ള ഉസ്താദ് അവരുകൾ മാഷാ അല്ലാഹ് ഉറക്കെ 3 വട്ടം വിളിച്ചിട്ട് പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം 3 വട്ടം അതും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരെയും അസൂയപ്പെടുത്തിക്കൊണ്ട് ഉറക്കെ 3 വട്ടം ചൊല്ലി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ അനക്കം അവിടുത്തെ നദറും നസറും ഒക്കെ അല്ലാഹു തരട്ടെ, നമുക്കും ആ ഭാഗ്യം തരട്ടെ. ജീവിതത്തിൽ ചെല്ലക്കുളം ഉസ്താദ് എപ്പോഴും ചൊല്ലുന്ന ഒരു ദുആ ദിക്റാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. ഹൗക്കലാണ് പറയും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പരിചയപ്പെടുത്തിയത് എന്താണെന്നറിയോ? സ്വർഗ്ഗത്തിന്റെ നിധി കൻസുൻ മിൻ കുനൂസിൽ ജന്നാന, സ്വർഗ്ഗത്തിന്റെ ഒരു നിധി നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ സഹാബ? സഹാബത്ത് പറഞ്ഞു നഅം യാ റസൂലല്ലാഹ്. അവിടുന്ന് പറയാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൂട്ടി വായിച്ചു നോക്കി, മാഷാ അല്ലാഹ്. അത് എക്സ്ക്ലമേഷനാ, ആശ്ചര്യപ്പെട്ടുകൊണ്ടൊരു മനുഷ്യൻ നിലവിളിക്കുകയാണ് മാഷാ അല്ലാഹ്, എന്തോ ഒരു അത്ഭുതം കണ്ട പോലെ. പിന്നെ ഉറക്കെ ചെല്ലുവാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. അതെന്താ? സ്വർഗ്ഗത്തിന്റെ നിധിയുടെ തിളക്കം കണ്ടിട്ട് ആ നിധികളിൽ എഴുതിയ ലാ ഹൗല നോക്കി വായിച്ചതാകാം ബഹുമാനപ്പെട്ട ജലകുളം ഉസ്താദ് അവர்கள் ലാ ഹൗല വലാ ഖുവത ആ വിളിക്ക് പവർ ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞങ്ങ് മരിക്കുക. ബുർദയുടേതായ ആ ഒരു ലാളനയിൽ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ദക്ഷിണയുടെ മഹത്തുക്കളൊക്കെയും ബുർദ കേട്ടു. വി എം ഉസ്താദ് അടക്കം റഈസുൽ ഉലമയടക്കം ഉള്ള എല്ലാ മഹത്തുക്കളുടെ സമസ്തയിലൊക്കെ വലിയ സമ്മേളനം നടക്കുമ്പോൾ അന്നൊക്കെ അവിടുത്തെ സന്നിധാന പ്രഭാഷണം നടത്താൻ അവർ തിരഞ്ഞെടുത്തിരുന്നത് ദക്ഷിണ കേരള ജമിയത്തുലമയുടെ ആദ്യത്തെ പ്രസിഡന്റ് ശിഹാബുദ്ദീൻ ഉസ്താദ് റഈസുൽ ഉലമ. അവിടെയൊക്കെ ഗുരുത്വം നമുക്കുണ്ട്. അല്ലാഹു അത് നേർത്തി തരട്ടെ. DKICC അത്തരമൊരു അടിത്തറയുള്ള മഹത്വക്കളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ അന്നം ചേർന്നത്. അതുകൊണ്ട് നമുക്ക് വഴി തെറ്റില്ല, തെറ്റാതിരിക്കട്ടെ. അല്ലാഹു എപ്പോഴും നമുക്ക് കൂട്ടുതരട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ വീണ്ടും പറയുന്നു, ആരുടെ മുന്നിലും ആര് സംഘടിപ്പിച്ചാലും മുത്തുനബിയുടെ സ്വലാത്തെങ്കിൽ അന്തസ്സോടെ പോകാൻ കഴിയുന്ന ഒരു കൂട്ടമാണ് നമ്മൾ. അത് അവരില്ലേ ഇവരില്ലേ എന്ന് മാറി നിൽക്കേണ്ട ഒരു സങ്കുചിത്വവും ഈ ദക്ഷിണയുടെ നമ്മുടെ പ്രവർത്തകർക്കില്ല. അല്ലാഹു അത്തരുണത്തിൽ വൻ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചു തരട്ടെ. ഇതെല്ലാം തുടക്കക്കാരാണ്. ഇതെല്ലാം തുടക്കക്കാരാണ്. DKICCയുടെ തുടക്കക്കാരെന്ന് പറയുന്ന മഹാത്ഭുതല്ലേ? സ്വഹാബത്തിന്റെ ഇന്ന് ചെയ്ത ആ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുമ്പോൾ അതിന്റെ ഓഹരി അവരെ ആസ്വദിക്കുവാണ്. മക്കക്കാരായ നമ്മൾ ഈ നാടിന്റെ ചൂടും തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കട്ടെ. ഉസ്താദ് പറഞ്ഞു മുത്തുനബിയുടെ പവിത്രമായൊരു മണ്ണ്, അവിടത്തെ കാലുവച്ച മണ്ണ്. ജീലാനി ശൈഖ് തങ്ങൾ അള്ളാന്റെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ നേതാവാണ്. അവിടെ നീ മണ്ണിൽ വന്നു ഒരിക്കൽ കുടിച്ച് ആറ്റുനോട്ടിട്ടുണ്ട്. വന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? പരിശുദ്ധമായ മദീനയുടെ പുറംവേലിക്ക് പുറത്ത് അവിടെ നിന്ന് കാത്തിരുന്നു. ഹറമിന്റെ വേലി ഞാൻ കടക്കൂല. അവിടെ നിന്ന് സ്വലാത്തുകൾ ഒരുപാട് ഭാഷകൾ, 16ഓളം ഭാഷകളിൽ അവിടെ നിന്ന് മദഹ് കീർത്തനങ്ങൾ ഒരുപാട് ചൊല്ലി കഴിഞ്ഞുകൂടി ജീലാനി തങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ മുത്തനബിയുടെ കാലൂന്നിയ മണ്ണിൽ എന്റെ വൃത്തികെട്ട കാലൂന്നാൻ പറ്റില്ല. നമ്മൾ മദീനത്ത് പോണവരെ ചിന്തിക്കുന്നു. ജനിച്ച് വീണത് കറാമത്തിന്റെ അത്ഭുതമായി വന്ന മഹാനായ ജീലാനി ശൈഖ് പറയാ, മുത്തനബിയുടെ മണ്ണിൽ എന്റെ കാലൂന്നാൻ കൊള്ളൂല. ആ മുത്തനബി അനുവദിച്ചോ ഞാൻ കടക്കാം ഹറമിലില്ലേ? ഞാനില്ല, മടങ്ങുകയാണെന്ന് സയ്യിദുനാ ജീലാനി 38 ദിവസമായി 39 ദിവസമായിട്ടും അനുമതിയില്ല. 40ാമത്തെ ദിവസം നിറകണ്ണുകളോടെ ഉള്ളം പൊട്ടി
ഇശാ കഴിഞ്ഞിട്ട് സ്വലാത്തിന്റെ അത്ഭുതങ്ങൾ നമ്മളെ പോലെയല്ല. ഒരു ദിവസം 50,000 സ്വലാത്ത് മുടങ്ങാതെ ചെല്ലുന്നവരാ മഹാനായ ജീലാനി ശൈഖുകൾ. അത്തരം അത്ഭുതകരമായ കറാമത്തുള്ള മഹാനുഭാവൻ പൊട്ടിക്കരഞ്ഞു, യാ റസൂലല്ലാഹ്, ബഗ്ദാദിന്റെ ഓരത്ത് ഞാൻ ഇരിക്കുമ്പോ എത്രയോ തവണ എന്റെ ഹൃദയത്തെ വല്ലാതെ ആനന്ദിപ്പിച്ച് കടന്നു വന്ന നബിയേ, ഒരുപാട് കൊതിച്ച് ആറ്റുനോറ്റിരുന്ന് കിടന്നു വരുമ്പോ അവിടത്തെ ഈ ഓരത്ത് ഞാനൊന്ന് വരുമ്പോ എന്നോട് പിണക്കമാണോ നബിയേ? ഞാനിതാ മടങ്ങുകയാണ്. പൊട്ടിക്കരഞ്ഞ് സ്വലാത്ത് ചൊല്ലി തളർന്നങ്ങ് കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ വരുന്ന നബി മുഹമ്മദ് മുസ്തഫ കടന്നു വന്നുകൊണ്ട്, മോനെ, എന്റെ റൗദയിലേക്ക് നിനക്ക് സ്വാഗതമെന്ന് പറയുമ്പോഴാ ജീലാനി ശൈഖുകൾ കടന്നു വരുന്നത്. നമ്മളങ്ങനെ ചിന്തിച്ചാൽ ഒന്നും പറ്റൂല. പക്ഷേ പോകുമ്പോൾ ജീലാനി തന്നെ അടക്കമുള്ള മഹത്തുക്കൾ ചവിട്ടി മടന്ന മണ്ണ്, ചവിട്ടാൻ അറച്ച മണ്ണ്, ഞാൻ എന്റെ ആ മുത്തിന്റെ മുസറഫായ അത്വയബായ അജ്മലായ അഹ്സനായ മുഖം അല്ലാഹുവേ മതിവരുപോലെ കാണാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ആ മുത്തിനെ കാണാതെ നമ്മുടെ റൂഹ് നീ എടുക്കല്ലേ അല്ലാഹ്, നീ എടുക്കല്ലേ അല്ലാഹ്, നീ എടുക്കല്ലേ അല്ലാഹ്. നിങ്ങൾ എല്ലാവരും ജോലിക്ക് പോകും, തിരിച്ചു വന്ന് നമ്മുടെ വീട്ടിൽ നമ്മളെ റൂമിൽ കയറിയാലേ ഒരു 3 ഇഖ്ലാസ് പതിവാക്കണം. 3 ഇഖ്ലാസ്. മുത്തുനബിയോട് ഒരാൾ തന്നെ ചോദിക്കുക, മുത്തുനബിയെ, എന്റെ ബിസിനസ്സിനെ തകർന്നു, വല്ലാതെ പരാജയത്തില്ല, എന്തു ചെയ്തിട്ട് അങ്ങോട്ട് രക്ഷപ്പെടില്ല. അവിടെ നിന്ന് ദുആ ചെയ്യണം. മുത്തുനബി പറയാം, മോനെ, നീ വീട്ടിൽ കയറിയാൽ ഇഖ്ലാസ് പതിവാക്കിയാൽ പിന്നെ നിന്റെ ജീവിതം ദാരിദ്ര്യത്തിലാവില്ല. അല്ലാഹു ആമീൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തിന് അല്ലാഹു ഇതൊരു കാരണമാക്കട്ടെ. നിങ്ങളിൽ തന്നെ ഒരു 10 പേരോ 5 പേരോ ഒക്കെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ പോലെ ഉണ്ടാക്കിയിട്ട് പറ്റുന്ന ഒരു ഏരിയ അനുസരിച്ചിട്ട് മാസത്തിൽ ഒരു ദിവസം ഒന്ന് നെയ്യത്ത് ചെയ്തിട്ട് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹോ ഒരു 10 സ്വലാത്ത് ചൊല്ലി മാസത്തിൽ ഒരു ദിവസം ഒരാളെ കെട്ടി, പിറ്റേ മാസം അടുത്താളെ കെട്ടി, പിറ്റേ മാസം അടുത്താളെ കെട്ടി, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു ബന്ധം, ഏത് ബന്ധം എന്നറിയോ? മുത്തുനബിയിലേക്ക് കിട്ടുന്നൊരു ബന്ധം അല്ലാഹു തരട്ടെ. നമ്മളൊക്കെ നല്ലവരാ. ആർക്ക്? ഞാൻ നല്ലവ എനിക്ക് മാത്രമോ? ഒറ്റയ്ക്ക് നിങ്ങൾ ചിന്തിച്ചൊക്കെ എൻ്റെ മനസ്സിൽ എന്തെല്ലാം നികൃഷ്ടതകളുണ്ടാവും. ഒറ്റയ്ക്ക് ചിന്തിക്കണം. അതൊക്കെ രാത്രി കിടക്കുമ്പോ അല്ലേ നമ്മൾ നിസ്കരിക്കും. നമുക്കൊരു അഹങ്കാരമുണ്ട്. ഞാൻ ഇന്നത്തെ ദുഹർ കഴിഞ്ഞു, ഇന്നത്തെ അസ്ർ കഴിഞ്ഞു, ഇന്നത്തെ മഗ്രിബ് കഴിഞ്ഞു, നിസ്കാരം കൊണ്ട് കഴിഞ്ഞ വലിയ ആനന്ദമാണ് പറയും നമ്മൾ. പക്ഷേ കടക്കാൻ നേരത്ത് ഒരൊറ്റ ചോദ്യം അല്ലാഹു തമ്പുരാനോട് ചോദിക്കണമെന്ന് ഇതൊരു DKICC കാരന് നിർബന്ധമാണ്. ഫർദ് അയനായി നമ്മൾ ചോദിക്കണം. എങ്ങനെ? അല്ലാഹ്, ഞാനൊന്ന് ദുഹർ അസ്ർ ഉപ്പ് നിസ്കരിച്ചു പഠിച്ചോളെ, പക്ഷേ എൻ്റെ ചിന്ത കമ്പനിയിലോ ജോലി തിരക്കിലോ അടുത്ത കോൾ വിളിച്ചതിന് സാധനത്തിക്കാനുള്ളടത്തൊക്കെ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടോ അല്ലാഹ് എന്ന് ചോദിക്കണം. ഏതുപോലെ എന്നറിയോ? നിങ്ങളൊക്കെ പ്രവാസികളെ പെട്ടെന്ന് മനസ്സിലാവും. 2 കൊല്ലം നിങ്ങൾ നാട്ടിൽ പോകുമല്ലോ. നാട്ടിൽ പോകുമ്പോൾ നിങ്ങളെ പെണ്ണുപിള്ളേക്ക് ഒരു അവസ്ഥ ഉണ്ട്. ഭാര്യമാർക്ക് എൻ്റെ തലേ ദിവസം ഉറങ്ങൂല, പോകാൻ നല്ല മട്ടനൊക്കെ വാങ്ങി ഇല്ലേ? ഏറ്റവും നല്ല പാചകം ചെയ്യുന്ന പെണ്ണിന് അന്ന് പ്രശ്നമാണ്. ഒന്ന് എരി കൂടും, ഇല്ലെങ്കിൽ ഉപ്പ് കൂടും. കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുമ്പോ ഇഷ്ടമുള്ളത് കൊടുക്കണം. തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഒക്കെ ചെയ്താലും പാവത്തിലൊരു കൈപ്പഴ പറ്റും. എന്തേ? അത്രയും ശ്രദ്ധിക്കുമ്പോ ഒരു ഭയം. ഇഷ്ടപ്പെടാതെ പോവോ, ഒന്ന് കേറല്ലേ, വിഷമാവോ, ഇഷ്ടപ്പെടുവോ, ആ ഒരു വല്ലാത്തൊരു സ്നേഹം. എത്ര പ്രാവശ്യമായിരിക്കും കുളിക്കാം? ബാത്റൂമിൽ പോയി നോക്കണം, മിക്കവാറും പുതിയൊരു സോപ്പിന്റെ പകത്ത് ചെയ്തിട്ടുണ്ടാവും. അടുക്കളയിൽ പോകും, 10 മിനിറ്റേ കുളിച്ചിട്ടുണ്ടാവുള്ളൂ, ഭക്ഷണം വിളമ്പോ, എന്നാലും ഒന്നും കുളിക്കും. എന്തിനാ? എന്റെ ഭർത്താവിനെ ഒന്ന് സ്വീകരിക്കുക ഉമ്മ സലമയെ പോലെ. ആ പെണ്ണിന് ആ ചിത്രം കൊടുക്കണം. പെണ്ണിന് ആ ചിത്രം കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ ഒരു അവസാനം നമ്മൾ കഴിക്കുമ്പോ അവളെ കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കൂല. ഇങ്ങനെ നോക്കിയിരിക്കും. മച്ചാ കരക്കി അല്ലെങ്കിൽ കരക്കി ഉപ്പുണ്ടാ, എരിയുണ്ടാ, ഇഷ്ടപ്പെട്ട അനുഭവമാണോ? അല്ലേ? ആണല്ലോ. നമ്മളും ആ ഭാര്യയാകണം. കടക്കുമ്പോ അല്ലാഹ്
നീ തന്ന സമ്പത്ത് മക്കൾക്ക് കഴിച്ചു കൊടുത്തു, എല്ലാം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിസ്കാരം നിനക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടവല്ല പടച്ചവനെ എങ്ങനെ ഒന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞാലേ മുത്തിനെ നമുക്ക് കിട്ടുള്ളൂ. ഭാഗ്യം തരട്ടെ. കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഇവിടെ വന്നു, അല്ലെങ്കിൽ നമ്മൾ പലതും ചെയ്തു പോകുമ്പോൾ പടച്ചവനെ നീ ഇഷ്ടപ്പെട്ടവല്ല ഇന്ന് തങ്ങളുടെ മുത്തിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ എനിക്ക് പടച്ചവനെ നീ ഒരു ഇഷ്ടം തരണേ അല്ലാ. റബ്ബിന്റെ ഇഷ്ടം നേടാനാകട്ടെ നമ്മുടെ ഈ കൂട്ടം. അല്ലാഹു ഭാഗ്യം തരട്ടെ. റബ്ബിന്റെ ഇഷ്ടം നേടണോ? ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിക്കലും മൗലിദുകളും പരിപാടികളും ഒക്കെയാണ് അല്ലാഹു മുത്തുനബിക്ക് വേണ്ടി ദുനിയാവിന്റെ സർവ്വതും സൗകര്യം ചെയ്തു കൊടുത്തു. തിരിച്ചും അങ്ങനെ തന്നെ മുത്തുനബിയിലൂടെ അല്ലാതെ അല്ലാഹു ഈ ദുനിയാവിൽ നമ്മളോടൊന്നും കൽപ്പിച്ചിട്ടില്ല, നമുക്കൊരു നേട്ടവും തന്നിട്ടില്ല. ഇമാമന ഷാഫിഈ തങ്ങളെ ഭാഷ പറഞ്ഞ ഇല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ ഒരു മുഅ്മിന് എന്തൊക്കെ നേട്ടം കിട്ടുന്നോ അതൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ്. എന്തൊക്കെ ദോഷങ്ങൾ തടയണോ, അപകടങ്ങളിൽ രക്ഷ വേണോ, അത് മുത്തുനബിയെ കൊണ്ടാണ്. കാരണം മുത്തുനബിയിലൂടെയാ അല്ലാഹു ഈ ദുനിയാവ് മുഴുവനും നമുക്ക് തന്നത്. തിരിച്ചും മുത്തുനബിയെ കളഞ്ഞു പോയ ഒരാൾക്കും അല്ലാഹു ഇടം കൊടുക്കില്ല. മുത്തുനബിയെ പണയിച്ചു പോകുന്നവർക്ക് ഇത് അല്ലാഹുവിന്റെ കൽപ്പന. അതുകൊണ്ടാണ് നമ്മൾ 5 വക്തം നമസ്കരിക്കുമ്പോൾ ഓരോ നിമിഷങ്ങളെല്ലാം അല്ലാഹുവിനെ മാത്രം, ദുനിയാവിൽ ഒരാളെയും ഓർക്കാൻ പാടില്ല. നിസ്കാരം പോകും, പക്ഷേ അവസാനം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരെ അവിടുത്തേക്ക് സലാം. ഇത് അല്ലാഹ് എന്തിനാ പഠിപ്പിച്ചേ? അല്ലാഹ് പഠിപ്പിച്ചല്ലേ? മുത്തുനബിയാണോ? ആണോ? അല്ലാഹ് പഠിപ്പിക്കുക എന്തിനാ? മോനെ നിന്റെ ഈ നിസ്കാരം സ്വീകരിക്കണോ? ഫാത്തിഹയിലെ മുത്തുനബി തുടങ്ങുകയാണ്. ഞാൻ അങ്ങോട്ട് കടക്കണില്ല. നോക്കിക്കേ, നിസ്കാരത്തിലോട്ടുമ്പോ നമ്മൾ ഇങ്ങനെ കൈ വയ്ക്കാം അല്ലേ? ഇങ്ങനെ എഴുതി കിട്ടുവോ? കിട്ടുവോ? കൈ ഇങ്ങനെ ഉയർത്താം. എന്തിനാ ഇങ്ങനെ ഉയർത്തണേ? മഹാന്മാർ പറയും, ബാങ്ക് വിളിക്കുമ്പോ മനസ്സ് തയ്യാറാകണമല്ലോ, ഇത് എനിക്കുള്ള വിളിയാണല്ലോ. പടച്ചവനെ ലാ ഹൗല എന്ന് മറുപടി പറയുമ്പോ മനസ്സിൽ വരണം, അല്ലാഹുവേ ഞാൻ ഉത്തരം ചെയ്തോളാം അല്ലാഹ്, ഞാനിതാ നമസ്കരിക്കാൻ തീരുമാനിക്കുന്നു അല്ലാഹ്. കാരണം അവിടെ നിന്ന് തുടങ്ങുന്നവന്റെ ഹൃദയം ദുനിയാവിന്റെ ചിന്താ ജോലിത്തിലേക്ക് എല്ലാം മാറ്റാൻ അവസാനം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈ ഉയർത്തുമ്പോ മഹാന്മാര് പറയുന്നവന്റെ നിയ്യത്ത് എന്താ? അത് പറയുള്ളത് എന്റെ ഹൃദയത്തിൽ ഏതേലും ദുനിയാവിന്റെ ചിന്തകളോ എന്തേലും ഇഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ അല്ലാഹുവേ ഞാനിതാ പുറകിലോട്ട് തട്ടിയെറിയുന്നു അല്ലാഹ്, നിന്നെ ഞാൻ ഏറ്റവും നല്ല സ്വീകരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹനെ സ്വീകരിക്കണ പോലെ മുന്നോട്ട് വലിച്ച കൈ നമ്മൾ കെട്ടുക. അങ്ങനല്ലേ? ഈ അർത്ഥത്തിൽ തുടങ്ങാൻ നമസ്കാരം നിനക്ക് സ്വീകരിക്കണോ? അല്ലാഹ് പറയാണ്, നിന്റെ ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ മുഹമ്മദ് നബിയിലൂടെ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന സീറത്ത് നബിയുടെ അത്ഭുതകരമായ തുടക്കമായി അല്ലാഹു സ്വീകരിക്കട്ടെ. തുടക്കമായി ഇതിനെ ഏറ്റെടുത്ത എല്ലാവർക്കും അല്ലാഹു അന്ത്യം വരെ ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ടോ അതിന്റെ ഒരു ഓഹരി പ്രതിഫലം നമ്മളൊക്കെ മൺമറഞ്ഞു പോയാൽ അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ സലീം കണ്ണനാങ്കുടി ഇന്ന് കേരളത്തിലെ എല്ലാ പള്ളികളിലും എല്ലായിടങ്ങളിലും 7 ജില്ലകളിലും 8ാമത് ജില്ല ഭാഗ്യമായും എല്ലാ ആയിരക്കണക്കിന് പള്ളികളിൽ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഫൈദ് നിസ്കാരം നടക്കും. എല്ലായിടത്തും ദുആ വരെ അതിന്റെ DKICC യുടെ പ്രവർത്തനമായതുകൊണ്ട് ആ ഉമ്മയ്ക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إني أسألك باسمك الأعظم المكتوب من نور وجهك الأعلى المؤبد الدائم الباقي المخلد
في قلب نبيك ورسولك سيدنا محمد صلى الله عليه وسلم باسمك الأعظم الواحد بوحدة الأحد المتعالي أن وحدة الكم والعدد المقدس عن كل أحد وبحق بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد أن تصلي على سيدنا محمد سر حياة الوجود والسبب الأعظم لكل موجود صلاة تثبت في قلوبنا الإيمان وتحفظنا القرآن وتفهمنا منه الآيات وتفتح لنا بها نور الجنات ونور النعيم ونور النظر إلى وجهك الكريم وبارك وسلم عليه كثيرا റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമൊക്കെ സ്വലിഹായ വണ്ണമായ അമലാക്കണേ അല്ലാഹ് ഞങ്ങൾ ചിലവഴിച്ചു പോയ നിമിഷങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്ത നിമിഷങ്ങളാകണേ അല്ലാഹ് ഞങ്ങൾ ഓതിയതൊക്കെയും ആരംഭ റസൂലുള്ളാഹി ഞങ്ങളോരത്ത് നീ എത്തിക്കണേ അല്ലാഹ് ആ മുത്തുനബിയെ കണ്ട മഹത്തുക്കളുടെ ഓരത്തെത്തിക്കണേ അല്ലാഹ് പരിശുദ്ധ മദീനയിലെ പരിശുദ്ധ മക്കയുടെ ഓരത്ത് മറമാടപ്പെട്ട അമ്പിയാക്കളുണ്ട് അരിഫീങ്ങളുണ്ട് സ്വഹാബത്തുണ്ട് സർവരുടെയും ഹദ്റാത്തുകളിൽ എത്തിക്കണേ അല്ലാഹ് പ്രിയപ്പെട്ട സുഹൃത്ത് സലീമിന്റെ ഭാര്യ മാതാവടക്കം ഞങ്ങൾ ഓരോരുത്തരെയും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് റബ്ബേ ഞങ്ങളുടെ മശായിഖന്മാർ ഉസ്താദുമാർ എല്ലാവരുടെയും ഹദ്റാത്തിലേക്ക് ഖാസായ നിലയിലെത്തിക്കണേ അല്ലാഹ് മഗ്ഫിറത്തിന് സബബാക്കണേ അല്ലാഹ് മർഹമത്തിന് സബബാക്കണേ അല്ലാഹ് പടച്ചറബ്ബേ ആ ബർസഖിന്റെ ലോകങ്ങൾക്കൊക്കെയോ നീ നിന്റെ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാം കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ് ആരംഭ റസൂലുള്ളാഹ് തങ്ങളോട് ബന്ധമുള്ള ബർസഖിന്റെ ലോകം അവർക്കൊക്കെ നീ നസീബാക്കണേ അല്ലാഹ് അവിടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നദറുകൊണ്ട് ഞങ്ങളിൽ വലിയ ഖൈറ് നൽകണേ അല്ലാഹ് DKICCയുടെ ചുവടപ്പിച്ച് കൊണ്ടൊത്തുചേർന്ന ഈ സഹോദരങ്ങൾ അല്ലാഹുവേ അവരെ ജീവിതത്തിൽ അത്ഭുത സദസ്സാക്കറബ്ബേ ദുനിയാവിലും ആഖിറത്തിലും അവരെ തിരിച്ചറിയുന്ന സദസ്സാക്കറബ്ബേ നാളെ നിന്റെ ഓരത്ത് വലിയ മൂല്യമുള്ള സദസ്സാക്കി സ്വീകരിക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഞങ്ങൾ നല്ലതാണ് പഠിച്ചത് അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് താ അല്ലാഹ് അല്ലാഹ് ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് താ അല്ലാഹ് റാഹത്ത് താ അല്ലാഹ് സമാധാനം താ റബ്ബേ നല്ല ഉയർച്ച തരണേ അല്ലാഹ് എന്താണോ കിട്ടുന്നതിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ് എല്ലാം വരുന്നുണ്ട് എവിടെയാണെന്ന് കാണുന്നില്ല എന്ന പരാതി സർവർക്കും ഉള്ളതാണ് ബറക്കത്തില്ലായ്മ പരിഹരിക്കണേ അല്ലാഹ് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുയോജ്യമായ തൊഴിൽ നൽകണേ അല്ലാഹ് രോഗിയായവർ ഞങ്ങളെ പ്രിയപ്പെട്ട ചുങ്കപ്പാറ സ്ഥാപന ഞങ്ങളുടെ നേതാവ് അല്ലാഹുവേ വല്ലാതെ വിഷമത്തിലാണ് രോഗിയാ തമാണ് ശമനം നീ നൽകണേ അല്ലാഹ് അത്ഭുതമാണ് ശമനങ്ങൾ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ DKICCയുടെ പ്രവർത്തകരുടെ കുടുംബങ്ങൾ ബറക്കത്തുള്ളതാക്കല്ലാഹ് ഒരുമയുള്ള കുടുംബങ്ങളാക്കല്ലാഹ് നല്ല മക്കളാക്കണേ അല്ലാഹ് ആ മക്കളെ ഒരു നോക്ക് കാണാതെ അവർക്ക് വേണ്ടി പാടുപെടുന്ന ഈ പുന്നാര മക്കളെ അല്ലാഹുവേ വഴികേടിലാക്കല്ല റബ്ബേ
എത്ര നാട്ടിലോട്ട് മടങ്ങിച്ചെന്നാലും ഉപ്പയെ ഇഷ്ടപ്പെടുന്ന വകതിരിവുള്ള അനുസരണയുള്ള നല്ല ദീനുള്ള പൊന്നുമക്കളോക്കണേ അല്ലാ. ആ കുടുംബത്തിന് വലിയ സമാധാനം നൽകണേ അല്ലാ. അവരെ വിഷമങ്ങളിലിരിക്കുന്ന ഓരോ മനസ്സിന്റെ വിഷമങ്ങൾ അറിയുന്നവനു നീയാ പരിഹരിച്ചു നൽകണേ അല്ലാ. ഒരുപാട് കടക്കടിയുള്ളവരുണ്ട്, നീ ശരിയായ മഹറജ് തുറന്നു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉസ്താദുമാര് റബ്ബേ, പി.കെ. ഉസ്താദ് വളരെ പണിപ്പെട്ട് വിഷമിച്ചു വന്നവരാണ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. ദക്ഷിണയുടെ നല്ല ഇസ്സത്തുള്ളൊരു നേതാവാ പടച്ചവനെ, ഒരുപാട് കാലം നിലനിർത്തണേ അല്ലാ. ഒരു ശത്രുതയില്ലാതെ കുതന്ത്രങ്ങളിൽ പെടാതെ ഈ നേതൃത്വത്തിനെ കാത്തോണല്ലോ. ഞങ്ങൾ ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടുമ്പോ നാളെ മുതൽ ഞങ്ങളെ ഒന്നൊന്നായി എണ്ണങ്ങളിൽ വർധനവല്ലാതെ ഒന്നിന്റെ പേരിലും ഞങ്ങളുടെ ഇടയിൽ ഒരു ഫിത്തിനെ തരല്ലേ അല്ലോ, ഒരു വിഭാഗീയത തരല്ലേ അല്ലോ. ഒരാളോട് ശത്രുതയില്ലാതെ, ഒരാളോട് പകയില്ലാതെ എല്ലാവരെയും ഹൃദയത്തിൽ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ നല്ല മനസ്സ് നൽകണേ അല്ലോ. ഈ രാത്രി ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അല്ലാഹുവേ. ഞങ്ങൾ നിന്റെ ഹറമിലാണ്. ഓരോ വാക്കുകളും സ്വീകരിക്കരുത്. ഭക്തിയിൽ നീ മുത്തുനബിക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ പലതാണ്. അത് ഞങ്ങൾ അല്പമെങ്കിലും പറഞ്ഞുള്ളത്. ആ മുത്തിന്റെ നദുർത്താ മരിക്കണേലും ഒരിക്കലെങ്കിലും ഹബീബ് റസൂലുള്ളാഹ് അവിടുത്തെ മതിവരിവോളം കാണാനുള്ള തൗഫീഖ് അല്ലാഹ് ഇനിയും ഒരുപാട് ആപത്തിന്റെ മുസറവാൻ മുഖം കാണാനും ആദരങ്ങൾ കൊണ്ടൊരു ചുംബനം ഞങ്ങളെ കൊതിയാണ് അവിടത്തെ കരങ്ങളിലെങ്കിലും ഒന്ന് മുത്തകളിൽ ഞങ്ങൾ ആശ്രയാണല്ല. ഒരുപാട് കൊതിയോടെ ആശയോടെ അല്ലാഹുവേ ഞങ്ങളും മദീനത്തോട്ട് ലക്ഷ്യം വെക്കുന്നവരുണ്ട്. പൂർത്തിയാക്കി തരണമല്ല. ആ വരവ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ തൗഫീഖ് അല്ലാഹ്, വലിയ തൗഫീഖ് അല്ലാഹ്. GCC കണ്ടുകൾ DKICC മുത്തുനബിയുടെ ഗുരുത്വമുള്ള ബറക്കത്തുള്ള നസറുള്ള അത്ഭുത സംഘടനയായ റഹ്മാൻ, ഇതിൽ ഒരുമിച്ച് കൂടുന്നവരെ വഴിപിഴപ്പിക്കല്ല അല്ലാഹ്. ജീവിതത്തിൽ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അപകടങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അപകട മരണങ്ങളിൽ പെടുത്തല്ല അല്ലാഹ്. എന്ന് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ഉച്ചരിച്ചുകൊണ്ട് അവിടുത്തെ മുസറഫായ മുനവ്വറായ മുഖം കണ്ടുകൊണ്ട് മരണവേദന മറന്നു മരിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد والآل أهل البيت سلم. എല്ലാവരും ഈ സാധുക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.